വീണ്ടും റിവീൽ ടുഡേ മീഡിയയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അമ്മയെ നിങ്ങളെ മുഖാമുഖം ഒന്നും കാണുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ മ്യൂസിലും ആ വാച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ കാണുന്നുണ്ട് എന്നറിയുന്നു. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം ധാരാളം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങളെയൊക്കെ വന്ന് നിങ്ങളുടെ ദേശങ്ങളൊക്കെ വന്ന് മീറ്റിങ്ങുകൾ വെച്ച് കാണാൻ നിങ്ങളുടെ അവസരം തരട്ടെ. ഇന്നത്തെ 3 മിനിറ്റ് മെസ്സേജിൽ നമ്മൾ ക്ഷമിക്കാൻ തയ്യാറാണെങ്കിൽ നമ്മളിൽ വലിയൊരു സമാധാനം വരും. അത് അവരുടെ പ്രയോജനത്തിനല്ല ക്ഷമിക്കാൻ പറഞ്ഞത്, നമ്മുടെ ബെനിഫിറ്റിന്. ഒരിക്കലെ എന്നെ നടന്നൊരു ദൈവദാസൻ അദ്ദേഹം പറഞ്ഞിങ്ങനെയാണ്, ചൂട് ചെയ്യുമ്പോൾ നിങ്ങളത് നേരെ എറിയുകയാണ്, നിങ്ങളതിനെ പിടിക്കുക, പിടിച്ചിട്ട് നിങ്ങൾ വായിലോട്ടിട്ട അവസ്ഥ എന്തോ ആയിരിക്കും. അതെ, നിങ്ങൾ മാറുക, സ്കിപ്പ് ചെയ്യുക, അവിടുന്ന് മാറിപ്പോവുക എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഒരാളോട് ക്ഷമിക്കുക. അവർ നല്ലവരായിട്ടല്ല, അവർ തെറ്റ് ചെയ്യുന്നു. നിങ്ങളൊരാൾ പറഞ്ഞ പോലെ ഗുരുവിനോട് ശിഷ്യൻ ചോദിച്ചു, അങ്ങ് ഈ തേളിനെ രക്ഷപ്പെടുത്തും തോറും അങ്ങേ കുത്തിക്കൊണ്ടിരിക്കുകയെന്ന്. അദ്ദേഹം പറഞ്ഞ തേളിൻ്റെ സ്വഭാവം അത് കുത്തിക്കൊണ്ടിരിക്കും. എനിക്ക് നന്മ ചെയ്യുക എന്നുള്ള സംഭവം. നിങ്ങൾ നന്മ ചെയ്യുമ്പോൾ ആ വ്യക്തിയോട് നിങ്ങളില്ല, എനിക്ക് അദ്ദേഹത്തിന് അറിയായ്മ കൊണ്ട്, ക്രൂശിൽ യേശു അതാ ചെയ്തു, കുറച്ച് നിന്ന് അറിയാക്കുക. അവരുടെ അറിയായ്മ കൊണ്ടാണ് അവർ ചെയ്യുന്നതെന്ന് നിങ്ങൾ ഉറപ്പിക്കുമ്പോൾ അവരെ വിട്ടയക്കുക. നിങ്ങൾ ഹൃദയത്തിൽ ആദ്യം നമുക്ക് വിട്ടയക്കാൻ പറ്റത്തില്ല, മുറിക്കുന്ന മുറിവ് ഉണങ്ങാനും അതിനിതുണ്ട്. എന്നാൽ പോലും പെട്ടെന്ന് കിട്ടുന്ന പോലെ ഇല്ല, ഞാൻ തെറ്റായിട്ട് കാണുന്നില്ല, അവരിൽ ചിലപ്പോൾ അവിടെ വളർന്നു വന്ന സാഹചര്യമായിരിക്കാം, അല്ലെ അവരുടെ എന്തെങ്കിലും സാഹചര്യമായിരിക്കും, അവരെനിക്കെതിരെ പ്രതികരിച്ചില്ല, ഞാൻ വിട്ടയക്കുക. അപ്പം നിങ്ങൾക്ക് സമാധാനം ഫീൽ ചെയ്യും, നിങ്ങൾക്ക് സന്തോഷം ഫീൽ ചെയ്യും. ആ വ്യക്തിയോട് വീണ്ടും പോയി തോളത്ത് കൈയിടണമെന്ന് ഞാൻ പറയുന്നില്ല, അദ്ദേഹം മാനസാന്തരപ്പെട്ട് അങ്ങനെ ചെയ്യണം. എന്നാൽ പോലും നമ്മുടെ ബെനിഫിറ്റ്, ഇറ്റ്സ് ഫോർ അവർ ബെനിഫിറ്റ്സ്, നോട്ട് അതേഴ്സ്. അവർ എന്തോ ഇട്ടങ്ങ് പോയി, ഒരു വേസ്റ്റ് ഇടുന്ന ഒരാൾ വേസ്റ്റ് ബിന്നിലോട്ട് വേസ്റ്റ് ഇട്ടച്ച് അവരങ്ങ് പോയി. നിങ്ങളിലൊരു മുറിവേൽപ്പിക്കുന്ന വാക്ക് പറഞ്ഞു, നിങ്ങളെ അവർ ചീറ്റ് ചെയ്തു, നിങ്ങളെ അവർ നെഗറ്റീവായിട്ട് നിങ്ങളോട് പ്രവർത്തിച്ചു, നിങ്ങളെക്കുറിച്ച് കുറ്റം, നിങ്ങൾ ചെയ്യാത്ത കാര്യത്തിന് അവർ കുറ്റം പറഞ്ഞു, അവർ പറഞ്ഞിട്ട് പോയി. വിട്ടേരെ, റിലീസ് ദം. അവർ മാനസാന്തരപ്പെട്ടില്ല, അവർക്ക് വേറെ പണി ദൈവം കൊടുക്കും, അവരെ കൈകാര്യം ചെയ്യും. കാരണം ന്യായാധിപതിയായ ദൈവമുണ്ട്. പക്ഷെ നമ്മൾ പറയൂ, എന്നോട് ചെയ്തു, പക്ഷെ ഞാൻ ക്ഷമിച്ച് വിട്ടയക്കുന്നു. അപ്പം നമുക്ക് എന്ത് വരും? ഇനി അത് പറ്റുന്നില്ലെങ്കിൽ ദൈവത്തിലുള്ള കർത്താവെ ക്ഷമിക്കാനുള്ള മനസ്സാണ്. സ്തഫാനോസ് ഒടുവിൽ പറഞ്ഞ പോലെ, ദൈവമേ ഇവരുടെ പാപം നിർത്തരുത്. അപ്പം നമുക്ക് ദൈവത്തോട് പറയാൻ കഴിയും, കർത്താവെ എന്നോട് ക്ഷമിക്കണമേ, എനിക്ക് അവരോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല, കർത്താവെ ക്ഷമിക്കാനുള്ള ഹൃദയം എനിക്ക് തരണേ. അന്നേരം എന്ത് സംഭവിക്കാമെന്നറിയാമോ? നിങ്ങൾക്ക് സമാധാനം ലഭിക്കും. ദൈവത്തിൻ്റെ പ്രിയ മക്കളായിട്ട് നിങ്ങൾ മാറും. ദൈവത്തിൻ്റെ ഫേവർ നിങ്ങളിലേക്ക് വരും, ദൈവ വ്യവസ്ഥയിലേക്ക് നിങ്ങൾ വരും. അപ്പോൾ അറിയാത്ത അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ തുടങ്ങും. പല വാതിലുകൾ നിങ്ങളുടെ മുമ്പിൽ തുറക്കാൻ കഴിയും. അവർ മാനസാന്തരപ്പെട്ടിട്ട് അവർക്ക് വാതിലുകൾ അടഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ദൈവം വാതിലുകൾ തുറന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ക്ഷമിക്കുന്നത് അവർക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടിയാണ്. ക്ഷമിക്കാൻ തയ്യാറായോ, വിട്ടയക്കാൻ തയ്യാറായോ, വലിയ സമാധാന സന്തോഷം ദൈവം തരും. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.